ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി പോകുന്നേ. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, സാധാരണ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ കൂട്ടിലിരുന്ന് ചാടിത്തുള്ളി ഒച്ചപ്പാടാക്കുന്ന ആൾ ഇന്ന് ഒരു മൈൻഡുമില്ല എന്നോട്. ഞാൻ നോക്കുമ്പോൾ കൂട്ടിലെവിടെ പമ്മി അവിടെ ഇരിക്കുന്നു. എത്ര വിളിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടായില്ല. ഞാൻ ഡോറ തട്ടി മുട്ടിയൊക്കെ വിളിച്ചു, പക്ഷെ ഒരു കുലുക്കും ഇല്ല കേട്ടോ ഡോറക്ക്. കൂട്ടിൻ്റെ അവിടെ ഇരുന്ന് മുഖവും പുറത്തേക്ക് ഒറ്റ ഇരുത്താം. എന്താ കാരണം എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക? വേറെ ഒന്നുമല്ല, അതായത് കുറച്ച് ദിവസമായിട്ട് ഡോറ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഉണ്ടായിനെ. കാരണം ഡോറ എൻ്റെ കൂടിൻ്റെ ഒരു കമ്പി പൊട്ടിപ്പോയിട്ട് ഡോറ അതിലൂടെ പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഒന്ന് രക്ഷപ്പെടുത്തണ്ടേ, അതുകൊണ്ട് പിന്നെ കൂടെ അവിടെ ശരിയാക്കാൻ വേണ്ടി വെച്ചുകൊണ്ട് അവർ ടെറസിൻ്റെ മുകളിൽ അതേ ആക്കിന്. അവൾ മാത്രമല്ല കേട്ടോ, ഇവിടെ റൂണിയും ഉണ്ടേ. റൂണിയും ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായത്. റൂണി അല്ലെങ്കിൽ ആദ്യമേ ടെറസിൻ്റെ മുകളിൽ തന്നെ ആണല്ല, കാരണം ഓക്ക് കൂടൊന്നും ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ചെറിയൊരു കൂട് കൊണ്ടുവരുന്ന മുന്നേ തന്നെ റൂണീൻ്റെ കൂടെ തന്നെ ഡോറയും കൂടി അവിടെ നിന്ന് ഉല്ലസിച്ച് കളിച്ച് രസിച്ച് നടക്കുമായിരുന്നേ. ഇപ്പോൾ താഴെ കൊണ്ടുവന്നപ്പോൾ ഡോറക്ക് ദേഷ്യം. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഓടിച്ചാടി നടന്നതല്ലേ. അത് മാത്രമല്ല, കൂട്ടിന് റൂണി ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കാകുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ റൂണിയാണെങ്കിൽ റൂണിക്കും ചെറിയ ദേഷ്യം ഇല്ലാണ്ടില്ല, കാരണം കൂട്ടിലേക്ക് അടച്ചിട്ടതുകൊണ്ട് അതൊരു വിമിഷ്ടമൊക്കെ റൂണി കാണിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം എന്നോട് കുറച്ച് ഒച്ചപ്പാടൊക്കെ ആക്കി. പുള്ളിക്കാരത്തി പാവാന്നേ, അങ്ങനെ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല. ഇപ്പം ഡോറേൻ്റെ മുഖം കാണുമ്പോൾ നിനക്ക് സങ്കടം വന്നു വിട്ടാൽ ആകെ വിഷമിച്ചിട്ട് ഒരു വല്ലാത്ത മാനസിക വിഷമത്തിലാണെന്ന് ഡോറ ഇല്ലേന്ന് തോന്നുന്നു. ഒന്നും എനിക്ക് ബാധകമില്ലാത്ത രീതിയിൽ ഒരു കള്ള നോട്ടവും നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടേ. അതിലിടക്ക് പിന്നെ എൻ്റെ മോളാടെ വന്നിട്ടുണ്ടായിനെ. പക്ഷെ മോള് വന്നിട്ടും ഒരു ഇടക്കണ്ടിട്ടാണ് ഡോറ നോക്കുന്നുണ്ടായിന്. എന്തോ ഒരു ചെറിയൊരിത് ആ മുഖത്ത് ഉണ്ടായിനെ. എനിക്കൊന്നും ബാധകമല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈകി വന്നിട്ട് കുറേ തട്ടി മുടിയിലൊക്കെ ഡോറയിൽ സോപ്പിടാൻ നോക്കിയെങ്കിൽ അതിലൊന്നും ഡോറ അലിഞ്ഞിട്ടില്ല. ഡോറ ഇങ്ങനെ ഇടക്കണ്ടിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഭയങ്കര ദേഷ്യത്തിലുള്ളത്. എന്തായാലും ദേഷ്യമൊക്കെ മാറണമെങ്കിൽ ഡോറയിലൊന്ന് പുറത്തൊക്കെ ഇറക്കിയിട്ടൊന്ന് സോപ്പിട്ടാലേ നടക്കുള്ളേ. പക്ഷെ എനിക്ക് ഇപ്പോൾ അതിന് സമയമില്ല, അതുകൊണ്ട് അത് ലീവുള്ള ദിവസം ആക്കാന്ന് വെച്ചിട്ട് ഞാനിവിടെ കാത്തിരുന്നത്. എന്തായാലും ഞാൻ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് വൈകിയോട് പറഞ്ഞു, ഒന്ന് ഡോറയിലൊന്ന് സോപ്പിട്ടൊന്ന് ചാക്കിട്ടാക്കി വെക്ക്. എല്ലേ പിന്നെന്ന് വെച്ചാൽ വീടും കൂടാൻ പറ്റി പൊട്ടിച്ച് പുറത്തേക്ക് ചാടിപ്പോയാൽ എന്ത് ചെയ്യും? ഞാൻ കുറേ തവണ വിളിക്കാൻ നോക്കി. സാധാരണ ഞാൻ വിളിക്കുന്ന സമയത്ത് വേഗം തുള്ളി എൻ്റെ മുഖത്തേക്കെല്ലാം വരുന്നതാണേ. പക്ഷെ ഇന്ന് എത്ര തട്ടിമുട്ടി വിളിച്ചിട്ട് യാതൊരു കുലുക്കുമില്ല. പുള്ളിക്കാരത്തി സാധാരണ ഞാൻ ഷെയ്ക്കാനൊക്കെ ചോദിക്കും. ഡോറേനോട് ടാറ്റ പറഞ്ഞ പോകുന്ന സമയത്ത് ഒരു ഷെയ്ക്കേണ്ടതാണ് ഡോറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ച് കുലുക്കി നല്ല അടിപൊളി ഷെയ്ക്കാനൊക്കെ തരുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ കുറേ തവണ ഡോറയോട് ഷെയ്ക്കാനൊക്കെ ചോദിച്ചെങ്കിൽ എനിക്ക് ഷെയ്ക്കാൻ ഒന്നും തന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരേ. അതായത് ഇവിടെ ഞാനന്ന് മുട്ടേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. നമ്മളിവിടെ കുറേ പ്രാവശ്യം ഇവിടെ അടച്ചിട്ടതാണ്. പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും വീണ്ടും പക്ഷേ അതിനുള്ളിൽ തന്നെ വന്നിട്ട് കൂടിടുന്നുണ്ട്. കൂടാക്കിയിട്ട് മുട്ടയൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പം ഇത്തവണ എന്തെങ്കിലും അതിന് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കവറാക്കി വെച്ചാലേ നടക്കൂലല്ലേ. പിന്നെ വീണ്ടും തന്നെ ആയിരിക്കുമല്ലോ പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ആ മുട്ടയൊക്കെ വിരിഞ്ഞ് നല്ല കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനതിൽ കൈയിട്ട സമയത്ത് എന്തോ അമ്മ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചിട്ടേ എന്തോ ഒച്ചപ്പാടൊക്കെ ആക്കിയിട്ട് വായൊക്കെ ഇപ്പോൾ തുറന്ന് വരുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ വലുതായിരുന്നു വേഗം പറന്ന് പോയിട്ട് വേണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ അടച്ചു ഒന്ന് ക്ലോസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെ പിന്നെ ആ ഗ്യാപ്പിലൂടെ വീണ്ടും പക്ഷി ഉള്ളിലേക്ക് പോയിട്ട് കൂടൊക്കെ ആക്കിയിട്ട് വീണ്ടും പിന്നെ മുട്ടയൊക്കെ ഇടൂലേ, അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലീൻ ആക്കണം. പക്ഷെ നല്ല രസമുണ്ടായി കേട്ടോ ആ പക്ഷീനെ കാണാൻ വേണ്ടിയിട്ട്. അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന പക്ഷിയാണെന്ന് ചില ആൾക്കാരൊക്കെ എന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനെ. അപ്പോൾ നിങ്ങൾക്ക് വളർത്തിക്കൂടെയെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വളർത്തേണ്ട സംവിധാനം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. വളർത്തണമെങ്കിൽ ചെറിയ കൂടും കാര്യങ്ങളൊക്കെ വേണ്ടേ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് വളർത്തിക്കൂടെ, അങ്ങനെയാണെങ്കിൽ വളർത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ വിട്ടു പോകില്ല എന്നല്ല. പക്ഷേ എന്തോ എനിക്കൊരു സങ്കടം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.